ഞാൻ എപ്പം മത്തി തിന്നാലും അതിൻ്റെ ഒരു മുള്ളെങ്കിലും എൻ്റെ തൊണ്ടയിൽ കുത്താണ്ട് പോകാറില്ല. പിന്നെ ആളായി ബഹളായി ചോറുരുട്ടി വായിലിടലായി ഒന്നും പറയണ്ട. ഇത് എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. മറ്റാർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ മത്തി ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ബോണസ് ടിപ്പ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം തന്നെ കുറച്ച് മസാല അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മൂവൻത്തെ കുരുമുളക്, മൂവൻത്തെ എന്ന് പറഞ്ഞാൽ മുഴുവൻ കുരുമുളക്. കൂടെ തന്നെ 10 ചെറിയുള്ളിയും 4 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 2 പച്ചമുളകും. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇത് നോക്കിയേ, നല്ല പേസ്റ്റ് പോലെ ആയില്ലേ? ഇതുപോലെ വേണം അരയ്ക്കാൻ. ഇനി നമ്മൾ മത്തിക്കുട്ടന്മാരെ നല്ല അടിപൊളിയായി മസാല തേച്ച് പിടിപ്പിക്കാൻ പോകുന്നതാണ്. ഇവിടെ ഞാൻ 5 പീസ് മത്തിയാണ് എടുത്തത്. കഴുകി കുട്ടപ്പനാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല നല്ലപോലെ എല്ലാ മത്തിയിലും നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പോൾ മസാല നല്ലപോലെ ഇതിലേക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. ഒരു സൂത്രം ഞാൻ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടാ. മത്തി ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സ്ഥിരം ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കണം. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. കറിവേപ്പില ഇല്ലാണ്ട് ഒരു കറി നമുക്കില്ലല്ലോ അല്ലേ? ഓരോ മത്തിയായിട്ട് ഇട്ട് കൊടുക്കാം, ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി ഇവന്മാർ ഇവിടുന്ന് ആവുന്ന സമയത്ത് ഞാൻ ടിപ്പ് പറഞ്ഞു തരാം. മത്തി പെരക്കിയ മസാല ബാക്കി എന്തായാലും കാണും. അതിലൊരു സൂത്രം ചെയ്യാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇതിലേക്ക് അങ്ങ് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് അത് മാറ്റി വെച്ചേക്ക്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. മത്തി ഇതായിനോ നോക്കണല്ലോ. കുറച്ചേ ആയിട്ടുള്ളൂ, എന്നാലും ഒന്ന് പിന്നെയും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സൈഡും നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയില്ലേ, തേങ്ങയും ബാക്കി വരുന്ന മസാലയും കൂടി, അത് ഇനി ഈ മത്തി ഫ്രൈ ആക്കിയ അതേ എണ്ണയിലിട്ട് ഒന്ന് മൂക്കുന്നവരെ ഫ്രൈ ആക്കി എടുക്കണം. കരിഞ്ഞു പോകാണ്ട് നോക്കണേ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ആക്കിയെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ? ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി എങ്ങനെയാ സെർവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു പ്ലേറ്റിലേക്ക് ആദ്യം മസാല വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ വേണം ഓരോ ഫ്രൈയും വെക്കാൻ. ചോറുണ്ണാൻ ഈ മത്തി ഫ്രൈയും ആ മസാലയും മാത്രം മതി. വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും പിന്നെ വർക്കിംഗ് മദേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും. അപ്പം നേരം കാണാം. അപ്പം ശരി.